ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് ഈ ഒരു സീരീസിലാണ് ജേർണലിംഗ് ചെയ്യാൻ പോണത്. അതേ ഗൈസ്, കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും ജസ്റ്റ് ഒന്ന് തപ്പി നോക്കിയാൽ ഇതേപോലത്തെ പഴയ CD ഒക്കെ കിട്ടാനുണ്ടാവും. എന്നാൽ പിന്നെ വെറുതെ കളയണ്ടല്ലോ, നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ CD വെച്ചിട്ട് വാൾ ഡെക്കോറൊക്കെ ചെയ്തപ്പോൾ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇനി CD ജേർണലിംഗ് ചെയ്യണോന്ന്. അപ്പൊ കുറെ ആൾക്കാരൊക്കെ ചെയ്യണം എന്ന് യെസ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണത് വിൻസെന്റ് വാൻ ഗോഗിന്റെ തീമിലുള്ള CD ജേർണലിംഗ് ആണ്. ഇനി ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് പശ തേച്ചിട്ട് CD നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിപ്പോ CD ആണ് ചെയ്തെന്ന് അറിയണമെങ്കിൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ നടുവിലുള്ള ഭാഗം ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാട്ടോ. ഇനി ഇത് പേപ്പർ ബാഗ് ആണ്. പേപ്പർ ബാഗിന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തതാണ്. അതിങ്ങനെ അടിഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ ഞാൻ ജേർണലിംഗ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ പേപ്പർ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഈ ഒരു ബുക്കിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഇങ്ങനെ കീറിയിട്ട് മേലെ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ വാഷി ടാപ്പ് ഓർമ്മണ്ടോ, നമ്മൾ തന്നെ ഉണ്ടാക്കിയത് ഏനി. അപ്പോൾ ഈ ഒരു വാഷി ടാപ്പിന്റെ ഈ ഒരു പാറ്റേൺ നമുക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പൊ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറെ മുന്നേ നമ്മള് വാൻ ഗോഗിന്റെ ഒരു ജേർണലിംഗ് ഐഡിയ ഷെയർ ചെയ്തിനെയല്ലോ. അപ്പൊ അന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിന് ബാക്കി വന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അന്ന് വാൻ ഗോഗിന്റെ തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ജേർണലിംഗ്. നിങ്ങളൊരു ജേർണലിംഗ് ലവറെ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് എന്തായാലും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്തു കേട്ടോ. വാൻ ഗോഗ് ആരാന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് വാൻ ഗോഗിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഈ സൈഡിൽ ഏത് സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് പിന്നത്തെ കൺഫ്യൂഷൻ. ലാസ്റ്റ് പിന്നെ വാൻ ഗോഗിന്റെ ഈ ഒരു ഫോട്ടോ കൂടിയുള്ള ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാന്നായിട്ടോ. അപ്പൊ അതിന്റെ വൈറ്റ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ സ്റ്റിക്കർ ഉണ്ടാക്കണതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് നമ്മൾ സ്റ്റിക്കർ ഇങ്ങനത്തത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് പോയിട്ട് കണ്ടുനോക്കാട്ടോ. നമുക്ക് ഭയങ്കര ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാനൊരു പേപ്പറിൽ വിൻസെന്റ് വാൻ ഗോഗ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വരുന്ന പേര് മേലെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാൻ അവിടെ എന്തെങ്കിലും വാൻ ഗോഗ് പറഞ്ഞിട്ട് എന്തെങ്കിലും കോഡ്സോ കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് വിട്ടത്. ഇനി മൈക്ക് ഞാൻ വിചാരിച്ച അത്ര കണ്ട് സഹകരിക്കണില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ മൈക്ക് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഈ ഒരു വാൻ ഗോഗിൻ്റെ ഐഡിയ എങ്ങനെ കിട്ടിയ വെച്ചാൽ ഞാൻ പിൻട്രസ്റ്റിൽ ഈ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഇത് ചെയ്യുക എന്നുള്ളൊരു തോട്ട് ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ സൺഫ്ലവേഴ്സ് പെയിൻറ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ഇതിൻ്റെ സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതിനനുസരിച്ചിട്ട് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ട് ചെയ്യാം. പുലിവാൽ കല്യാണം ഓർമ്മ ഉണ്ടോ ഗൈസ്? ഓർമ്മയില്ലാതിപ്പോൾ ആരും ഉണ്ടാവില്ല. പണ്ടൊക്കെ വെക്കേഷൻ ആയാലേ CD വാങ്ങാൻ വേണ്ടിയിട്ട് 10-20 എടുത്തിട്ട് ഒറ്റ ഓട്ട. പിന്നെ കണ്ട CD തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ടൊക്കെ കണ്ടവരായിരിക്കും കൂടുതൽ ആൾക്കാരും. പക്ഷേ ഇന്നിപ്പോൾ എന്താ, യൂട്യൂബിൽ എല്ലാം കിട്ടും. ഇനിയിപ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ടെലിഗ്രാം എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ കാണേണ്ടത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു CD ചെയ്യാം കേട്ടോ. ബാക്ക് ഭാഗം നന്നായിട്ട് കേടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ഭാഗത്താണ് ഒട്ടിക്കുന്നത്. ഈ പേപ്പറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് സൈഡിൻ്റെ നടുവിലായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 4 ജേർണലിംഗ് ഐഡിയാസ് കുറേ ഷെയർ ചെയ്തിനല്ലോ. അപ്പോൾ അന്ന് നമ്മൾ കുറേ ഐഡിയാസ് വേറെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുന്ന ഏത് ഐഡിയാസും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്ന് നമ്മൾ ചെയ്തിട്ടുള്ള ബുക്കിൽ ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ആ ഐഡിയാസൊക്കെ CD ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഏറ്റവും എൻഡിലായിട്ട് ബ്ലാക്ക് ചാർട്ട് പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ആ നടുവിലുള്ള ഭാഗത്ത് ഇങ്ങനെ ഓട്ട, അത് നമ്മൾ റെഡിയാക്കി കൊടുക്കുക.
അപ്പം ഞാൻ ഇതേപോലെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ കയ്യിലുള്ളത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ ഒപ്പിക്കണം എന്നൊന്നുമില്ല, നിങ്ങളെ കയ്യിലുള്ളത് ഏതൊക്കെയാണോ അതൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണോ ആ പാട്ടിൽ നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണോ അതൊക്കെ ഒന്ന് ജസ്റ്റ് പേപ്പറിൽ എഴുതിയിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഇംഗ്ലീഷ് തന്നെ ആവണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിലും എഴുതാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐഡിയ കേട്ടോ. നേരത്തെ ചെയ്തതിനെക്കാട്ടിലും ഇതല്ലേ ലുക്ക്. അടുത്തത് ഒരു സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ പെയിൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ CD ആക്കിയതേനി, പക്ഷേ ഇത് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജേർണലിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കവറായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഫുള്ളായിട്ടൊന്ന് പശ തേച്ച് കൊടുക്കുക, എന്നിട്ട് ആ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. നേരത്തെ നമ്മൾ എടുത്ത് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഈ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മളിത് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യണത് എന്ന്, അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റിക്കറും കുറച്ച് കോഡ്സൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സിമ്പിൾ വൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് എന്ത് പേരിട്ട് വിളിക്കണം എന്നറിയില്ല കേട്ടോ. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോട്ടോസ് വരച്ചിട്ടോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കുക, അതിലൊട്ടിക്കുക. ഞാനിപ്പോൾ ഒരു വേറെ പേപ്പറിൽ വരച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തല്ലോ, അങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ ഇത് ഞാൻ ഷോർട്സായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കാണിക്കാം. ഈ CDs നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാളിൽ ഒട്ടിച്ചിട്ടുണ്ടേനി. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് വാച്ച് ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ മേലായിട്ട് 2 CDs കൂടി കാണുന്നില്ലേ, അതും ജേർണലിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിനി അത് കാണിക്കാം. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ ഐഡിയക്ക് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതിൽ ഈ ഒരു പേപ്പർ കണ്ടോ, നമ്മൾ വിൻറ്റേജ് ആയിട്ടുള്ള ജേർണൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടേനി. കോഫിയാണ്, ആ ഒരു കോഫിയിൽ നമ്മളിങ്ങനെ മൂടി മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത പേപ്പറാണ്. പിന്നെ അതേപോലെ തന്നെ ഇതും ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്ത ഒരു CD ആണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളിപ്പോൾ ചെയ്ത എല്ലാ CD ജേർണലിങ്ങിൻ്റെ വീഡിയോ കാണാം കേട്ടോ. ഇപ്പം ചെയ്തതും ഇതിന് മുന്നേ ചെയ്തതും എല്ലാം പാടെ നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് കണ്ടാലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.